ഭഗവാനാ. സാറേ എന്നാ സാറേ എന്നാ പ്രശ്നം പറ സാറേ. സ്വർഗമായിരുന്നു ഞങ്ങളുടെ നാട്. ഇല്ലായ്മയിലും വല്ലായ്മയിലും കൊടുത്തും വാങ്ങിയും ചിരിച്ചും സന്തോഷിച്ചും കഴിഞ്ഞ ഞങ്ങളുടെ സ്വർഗത്തിലേക്ക് കടന്നു വന്ന കട്ടുറുമ്പായിരുന്നു അവൻ. കർത്താവേ കാത്തോളേ. ജോസേ ആ സീറ്റിലോട്ട് ചേർറ ചാക്ക് മാറിപ്പോണ്ട. നീ ജെയിംസ് ചാൻ്റെ കടയിൽ ഇറക്കിയേക്കാം. വേണ്ട വേണ്ട. ഓക്കെ ഓക്കെ പോ. തോമസേയാ. ആ ജോസാണോ? ആ ദേ വന്നടാ. ഇപ്പൊ തരാമോനെ. അല്ല കുഞ്ഞോനെ, ഇന്നെന്തായാലും ചാക്കിട്ടത് ഇച്ചിരി മഞ്ഞളായിരുന്നു. ജെയിംസ് ചാൻ പറഞ്ഞിട്ട് കയറ്റിയതാ. നീ ഇപ്പൊ പൊളിച്ചെടുക്കണവേ. നീ മാഷുദ്യോഗസ്ഥനൊന്നും പോകണ്ട. നീ ശരിക്കും പരിശ്രമിച്ച കർഷകശ്രീ അവാർഡ് നിന്റെ കയ്യിരിക്കും. നമ്മളില്ലെന്നേ, എനിക്ക് അധ്യാപകനായ മതി. അതെന്റെ ആശയം. ശരി മോനെ. ജോസേ രാവിലെ ഇച്ചിരി പണിയുണ്ടായിരുന്നു. ആ ജോസേ ആ. നീ പത്രം മാത്തച്ചാന്റെ വീട്ടിൽ കൊടുത്തേരി. ആ. ഞാനിത് അവിടം വരെ നടക്കണ്ടല്ലോ. ശരി. എന്നാ കട്ടൻ ഇന്ന് പാലുകാരൻ വന്നില്ല ജോസേ. ആഹാ, അപ്പൊ പത്രക്കാരുടെ പണിയും ഏറ്റെടുത്ത. നമ്മുടെ നാട്ടുകാരല്ലേ തോമസേ, നമ്മുടെ നാട്. എന്നെടുക്കുമായിരുന്നൂടെ ഇത്രയും നേരം? ഇച്ചിരി പണിയുണ്ടായിരുന്നു. അമ്മ ചെയ്തെങ്ങോട്ടാ? പള്ളി പോവാ. ആ ഞായറാഴ്ച ആയിട്ട് പള്ളി പോയില്ലെങ്കിലേ എന്തോ ഒരു ഇതാടാ. ഈ മേലാത്ത കാലം വെച്ചുകൊണ്ട് ഞാൻ ഇന്നലെ ചോദിച്ചല്ലായിരുന്നോ? അപ്പൊ എന്നാ പറഞ്ഞേ? പള്ളി പോകുന്നില്ല എന്ന്. അതെ, ഒരു വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം. ഒന്ന് പോടാ അവിടെ. ഹായ് ചായ. ആ, അമ്മച്ചി ഞാനെന്നങ്ങ് ഇറങ്ങുവന്നേ. ഈ വെളിയിലേക്കാണോ ഇത്ര കമയില്? അല്ല, എന്റെ ഫ്രണ്ട് റീത്തയുടെ ബർത്ത്ഡേ. ഈ നേരത്തെ എന്തോന്ന് ബർത്ത്ഡേ? ഞാൻ ചായനോട് പറഞ്ഞായിരുന്നല്ലോ. ആ ഡീ നിക്ക്. നീ ഇതേ മാത്യു ചാന്റെ മുറ്റത്തിട്ടേര്. ആ ഇങ്ങതാ. അതെ, ഈ ചായന്റെ ഞാനൊരു 100 മണീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം. ഈ ചായനെ എന്റെ അടുത്ത് എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. നേരത്തേക്ക് പോന്നേക്കണം. കറങ്ങി നടന്ന തലയാൻ തല്ലി പൊളിക്കും. ഒന്ന് വേഗം വാടാ, നേരെ ഒരുപാടായി. ഡ്രസ് ഒന്ന് മാറ്റിട്ട് വരാം. ഇവിടെ നിർത്തിയാ മതിയോ? ഒന്ന് പോടാ. കാലുവായത്തല്ലേ നടന്നു കയറ്. ഒന്ന് വേഗം വിടറാ, സമയം ഒരുപാടായി. ആ നമ്മുടെ ശോശാമൻ പിള്ളേരും അല്ലേ? ആ സാധാ ചേട്ടത്തി. ആ ശോശാമൻ, ആ നീ പൊക്കോ. ഇവന് വെപ്രാളാണെന്നേ. സമാധാനായിട്ട് കുർബാന പോലും കുടിക്കത്തില്ല. എപ്പോഴും നാട്ടുകാരിയല്ലേ. കുഞ്ഞാച്ചായന് ഞങ്ങളൊരു പേരിട്ടിട്ടുണ്ട്. എന്നതാടി ഡ്രസ് കൊച്ചേ? അത് പിന്നെ പറയാം, കോമഡിയാ. കുഞ്ഞേ എന്നതാടി? അതെവള് പറയും, പറയാട്ടോ. അമ്മച്ചി നിങ്ങൾ ശരി. നീ വാടി. ഇവനെ പിടിച്ചങ്ങ് കെട്ടിച്ചാലോന്നാ. എനിക്കാണെങ്കിൽ തീരെ മേലടി കൊച്ചേ. ആൻസി കൊച്ചിനാണെങ്കിൽ 100 വട്ടം സമ്മതം. ഇവനാ ജോലി കിട്ടിയിട്ട് മതിയെന്ന് പറഞ്ഞ് നിൽക്കുന്നത്. അല്ല എന്നടി ശോശാമ്മ ഒരുമാതിരി തൂങ്ങി പിടിച്ച് നിൽക്കുന്നത്? നാളെ അത് എന്റെ ഓർമ്മ ദിവസാ. ആ ദേ കുർബാന തുടങ്ങാറായി. ഇങ്ങോട്ട് വാ.
രാവിലെ പണിക്ക് വന്ന് എന്നെ വിളിച്ചു വരുത്തിയിട്ട് വാടാ വണ്ടി. എന്റെ ഒന്നൊരു പുള്ളു മേടിച്ചു വർത്താനാ. അയ്യോ പൊന്നച്ചോ വേണ്ടേ. എന്തൊരു മര്യാദക്കാരൻ. അയ്യോ പ്രസന്റ്. നീ എന്തിനാണ് അഴിച്ചിട്ടത്? ഊരി തലക്കെട്ടാൻ പാടില്ലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ പറയുന്ന ശോശാമ്മയുടെ കെട്ടിയവൻ ചാക്കോച്ചൻ മരം വീണ് ചത്തിട്ട് എത്ര കൊല്ലമായി? ചാക്കോച്ചൻ മരിച്ചിട്ട് എത്ര കൊല്ലമായിരുന്നു? 3. ഈ 3 കൊല്ലവും ഈ പഞ്ചായത്ത് ഭരിച്ചത് ആരാണ്? പറയുന്നേ. പുൽപ്പാറ ജോയി. ഈ 3 കൊല്ലവും ഈ ശോശാമ്മ കയറി നിരങ്ങിയില്ലേ പഞ്ചായത്തില്? അത് ശരി, തെറ്റിദ്ധരിച്ചു. യു ക്യാരി ഓൺ. ഒരു വീട് ആ പാവപ്പെട്ട വിധവയ്ക്ക് വെച്ചു കൊടുക്കാൻ ഈ പഞ്ചായത്ത് പ്രസിഡന്റായ പുൽപ്പാറ ജോയിക്ക് പറ്റിയോ? നാറി. അയ്യോ ഞാൻ അവനെ പറഞ്ഞ യു ക്യാരി ഓൺ. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞു വന്നത്. നിങ്ങൾ എല്ലാവരോട് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് ഈ അരവിന്ദനെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കിയിരുന്നെങ്കിൽ മിനിമം 5 വീടുകളും വെച്ചു കൊടുത്തേനെ. അവൻ പറഞ്ഞാണ് കറക്റ്റ്. ഒന്നിയുടെ കുഞ്ഞമ്മയ്ക്ക്, പിന്നെ ഒന്നിയുടെ മറ്റേ പെങ്ങക്ക്. തീർന്നില്ല, പിന്നെ പണ്ട് ഒടിച്ചോളി പോയ ഇയാളെ കെട്ടിയോക്കും ആ വകയിലുള്ള 2 കുട്ടിയോക്കും. മൊത്തത്തിൽ 5 ഹൗസ്. ഇപ്പോഴാണ് കറക്റ്റ് ആയി. ഒരുമാതിരി തൊലിഞ്ഞു വർത്താനം പറയരുത്. ഈ രീതിക്കാണ് ഇവനെ ഞാൻ തെങ്ങിന് വളമാക്കും. തെങ്ങ് കരിഞ്ഞു പോകൂടാ. വിട്ടുകള അരവിന്ദ. അത് കറക്റ്റ്. കാലത്ത് തന്നെ നല്ലോണം ഭരിച്ച് കേട്ടിട്ടുള്ള പ്രായം. തനിക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. എടാ നീ ഇങ്ങനെ തുടങ്ങിയാൽ നിന്റെ കരട് പാടി ചീഞ്ഞു പോകൂടാ പടേ. അവൻ്റെത് പോട്ടെ. തന്റെ വാട്ടർ ചായ കുടിച്ച് വയറിളി ചാകുന്നതിൽ എന്തുകൊണ്ട് നല്ലതാണ് കള്ളു കുടിച്ച് കരള് ചീഞ്ഞാകുന്നത്. അവൻ കറക്റ്റ് അല്ല പിന്നെ അല്ല പ്രസിഡന്റ്. ഓ പിന്നെ ഭയങ്കര എന്തായാലും തോമാച്ചൻ ഹാപ്പി ആയി. സന്തോഷം. എല്ലാവരോടും പറയാണ്, ശോശാമക്ക് വീടുണ്ടാക്കുന്ന കാര്യം ഞങ്ങൾ ക്ലബ്ബുകാര് നോക്കിക്കോളാം. നിങ്ങളൊന്നും സഹകരിച്ചില്ലേലും അലമ്പുണ്ടാക്കായിരുന്നാ മതി. ഓക്കെ യൂസ്ലെസ് ഫെലോസ്. അതിന് നിന്നെ ക്ലബ്ബിൽ കയറ്റത്തില്ലല്ലോ. അതെങ്ങനെ? ഈ കള്ളും കഞ്ചാവ് അടിച്ചു നടക്കുന്നവനെയൊന്നും അവര് ക്ലബ്ബിൽ കയറ്റത്തില്ല. അതുകൊണ്ട് ഈ ജന്മത്ത് ഇവൻ അതിനകത്ത് കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനല്ലേ ഇവനവിടെ ഒരു കല്ലുള്ളത്. അരവിന്ദാട്ടാ, എന്നാണെങ്കിലും കാര്യം നടക്കണമെങ്കിൽ ജോസ് തന്നെ വേണം. ഓ പിന്നെ അപ്പൊ ശോശാമ്മയ്ക്കും മക്കൾക്ക് ഒരു വീട് ഉറപ്പായി. പ്ലീസ്, എനിക്ക് ഒരു മീൻകുളം വെട്ടിത്തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ പിന്നെ കോപ്പാണ്. എക്സ്ക്യൂസ് മീ, യൂസ് ലിസൺ. ഞങ്ങൾ ക്ലബ്ബുകാർ തീരുമാനിച്ചാൽ അത് ഏതുപോലെ തന്നെയാ. ഓക്കെ യു കാരി ഓൺ. ഐ ആം ഗോയിങ് ടു ചലഞ്ചേഴ്സ്. എന്റെ പഠിത്തം നോ 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 യു ആർ ബനാന. ശോശാമ്മയുടെ വീട് ഇവന്റെ മീൻകുളത്തിലായിരിക്കും പണി.